മക്കളെ, നിങ്ങൾക്ക് മൂന്നാമത്തെ യൂണിറ്റ് മുസ്കാൻ എന്നാണ് നിങ്ങളുടെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര്. ഇതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊരു കഹാനിയാണ്. വളരെ മനോഹരമായൊരു കഹാനിയാണ്. ഇത് കനക ശശി എഴുതിയിട്ടുള്ള ബാരിഷ് കെ ബാദ് എന്നാണ് ഈ കഹാനിയുടെ പേര്. ഈ കഥ എന്താണ് എന്ന് നമുക്ക് മുഴുവനായി ഒന്ന് മലയാളത്തിൽ പറയാം. അതായത് ഈ കഥയിൽ രണ്ട് കുട്ടികളാണുള്ളത്. രണ്ട് കുട്ടികൾ, ഗുഡു എന്നും ഗുഡലി എന്നുമാണ് ഈ കുട്ടികളുടെ പേര്. അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം മഴയ്ക്ക് ശേഷം അവർ രണ്ടുപേരും വെള്ളത്തിൽ കളിക്കുകയാണ്. അവരുടെ വീട് പരിസരത്തുള്ള ഒരു തോട്ടിൽ, അതായത് എന്താ പറയുക, ഒരു തോട് എന്ന് പറയാൻ വയ്യ, ഒരു വെള്ളച്ചാലില് അഴുക്ക് ചാലില് അവര് കളിക്കുകയായിരുന്നു. അവര് ഇല കൊണ്ട് തോണി ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് ജീവികളൊക്കെ ഇരുത്തി വെള്ളത്തിൽ അതിനെങ്ങനെ തോണീനെ വിട്ട് കളിക്കുകയാണ് രണ്ടുപേരും. അപ്പൊ അവരുണ്ടാക്കിയ തോണിയിൽ ആരെയൊക്കെയാണ് ഇരുത്തിയത്? ഒരു ഉറുമ്പിനെ അവിടെ പിരിച്ചിരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു മണ്ണിരയെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രാണി, ഒരു ചുവന്ന നിറത്തിലുള്ള പ്രാണിയെയും അവരുടെ ലീഫ് ബോട്ടിൽ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ ആ ബോട്ട് വിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഗുഡു ആ പരിസരത്തൊരു തവളയെ കാണുന്നത്. ഒരു ചെറിയ തവളയെ കാണാണ് ഗുഡു. അപ്പൊ ഗുഡു പറയണേ, നമുക്ക് ഈ തവളയെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലീഫ് ബോട്ടിൽ ഇരുത്താം എന്ന് പറഞ്ഞിട്ട് ഗുഡു പെട്ടെന്ന് തന്നെ തവളയെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കും. തവളയെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്നില്ല. വളരെയധികം പരിശ്രമത്തിന് ശേഷം ഗുഡു തവളയെ പിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ തോണിയിലിരുത്തുന്നു. കണ്ടോ, തവളയെ തോണിയിലിരുത്തും. അങ്ങനെ തോണിയിലിരുത്തിയിട്ട് അവരുടെ ലീഫ് ബോട്ട് ഇങ്ങനെ അവർ വെള്ളത്തിലേക്ക് വിട്ടു. കുറച്ചു ദൂരം ചെന്നപ്പോ ഈ തവള എന്ത് ചെയ്തു? ഈ ബോട്ടിൽ നിന്ന് എടുത്ത് വെള്ളത്തിലേക്ക് ഒറ്റ ചാട്ടം. തവള ചാടിയ ഉടനെ ബോട്ട് മറിഞ്ഞു, വെള്ളത്തിൽ മറിഞ്ഞു പോയി. വെള്ളത്തിൽ മറിഞ്ഞ് അതിലുണ്ടായിരുന്ന മറ്റു ജീവികളൊക്കെ വെള്ളത്തിൽ മുങ്ങി. ഉറുമ്പ് എങ്ങനെയോ അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് മെല്ലെ വെള്ളത്തിന് മുകളിലൂടെ ഒരു മരച്ചിലയിൽ പിടിച്ചു കയറി. മണ്ണിരയെ കാണാനില്ല, മണ്ണിര വെള്ളത്തിൽ എവിടെയോ പോയി. പിന്നെ അതിന്ന് അവർക്ക് ആ ചുവന്ന നിറത്തിലുള്ള കീടത്തിനെ കിട്ടി. അതിനെ നമ്മുടെ ഗുഡലി എന്തു ചെയ്തു? ഗുഡലി അതിനെ എടുത്തിട്ട് കോസം ട്രീയുടെ ഇലയിൽ വെച്ചു കൊടുത്തു. അപ്പൊ അതിലൂടെ അത് രക്ഷപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഗുഡു ഗുഡലിയെ വിളിക്കുകയാണ്. ഗുഡലി, ഇവിടെ വാ, ഇവിടെ നല്ല ഭംഗിയുണ്ട്, ഇവിടെ നല്ല രസമുള്ള ഗോകുൽഗായ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഗുഡലി ഈ ഗുഡലിക്ക് ഗുഡുനൊക്കെ വളരെ ഇഷ്ടമാണ്. കാരണം ആ ഗോകുൽഗായ് എന്ന് പറയുന്നത് ഒരു ചുവന്ന നിറത്തിലുള്ളൊരു പ്രാണിയാണ്. നല്ല ഭംഗിയാണ്, അതിന് മിനുസമുള്ള ശരീരം ഉണ്ടാവുക. ചെറിയ മഴക്കാലത്താണ് അതിനെ കാണാൻ പറ്റുക. അപ്പൊ അതിനെ അവര് സ്കൂളിൽ പോകുന്ന സമയത്ത് അതിനെ എടുത്തിട്ട് തീപ്പെട്ടിക്കൂടിലാക്കി അവര് സ്കൂളിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു, അവരുടെ ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ടപ്പോ നമ്മുടെ ഗുഡലി ഈ ഗോകുൽഗായിനെ എടുക്കാൻ വേണ്ടിയിട്ട്, അതിനെ പെറുക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവള് പെട്ടെന്ന് തന്നെ ഗുഡു വിളിച്ച സ്ഥലത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ ഗുഡു ഇവൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയാണ് വിളിച്ചത് എന്നുള്ളത് ഗുഡലി അറിയുന്നില്ല അല്ലേ. ഗുഡലി പെട്ടെന്ന് ഓടിച്ചെല്ലുമ്പോൾ ഗുഡു എവിടെയാ നിൽക്കണത്? ഗുഡു ഒരു മരത്തിന്റെ താഴെയാണ് നിൽക്കണത്. ആ മരമാണ് നന്ദ്യാർവട്ട മരം, അതിന് താഴെയാണ് നിൽക്കണത് കേട്ടോ. അവൾ അവിടെ ചെന്ന് ഗോകുൽഗായിനെ എങ്ങനെ തിരയാണ്. താഴെ തിരയുന്ന സമയത്ത് ഗുഡു എന്തു ചെയ്യും? ഗുഡു ആ മരം പിടിച്ചിട്ട് അങ്ങോട്ട് കുലുക്കും. മരം പിടിച്ച് കുലുക്കിയപ്പോൾ മഴ പെയ്തിട്ട് അതിന് മുകളിൽ തങ്ങി നിന്നിരുന്ന വെള്ളം മുഴുവനും നമ്മുടെ ഗുഡലിയുടെ ശരീരത്തിലേക്ക് അങ്ങോട്ട് വീഴും. ഗുഡലി ആകെ നനയും. ഗുഡലി നനഞ്ഞു മരം പിടിച്ച് കുലുക്കിയ ഉടനെ നമ്മുടെ ഗുഡു ചിരിച്ചോണ്ട് അവിടുന്ന് ഓടിപ്പോവും. ഗുഡലിക്ക് ദേഷ്യം വന്നു. ഗുഡലിയും പിന്നാലെ ഓടി. ഗുഡലി വിട്ടുകൊടുത്തില്ല, അവളും പിന്നാലെ ഓടി അല്ലേ. അങ്ങനെ രണ്ടുപേരും വെപ്രാളപ്പെട്ട് ഓടുന്ന ഓട്ടത്തിനിടയ്ക്ക് ഗുഡലി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഗുഡു ഓടുന്നത് അല്ലേ. ഗുഡു അല്ലേ വികൃതി ചെയ്തത്. ഗുഡു ഓടുകയാണ്.
അപ്പോ ഗുഡു എന്ത് ചെയ്തു? ആ ചളിയിൽ വഴുതി അങ്ങോട്ട് വീണു. ചളിയിൽ വഴുതി വീണു. ശരീരമാകെ ചളി പുരണ്ടു. അങ്ങനെ ആ ചളിയിൽ കിടന്നിട്ട് നമ്മുടെ ഗുഡു ചിരിക്കുന്നു. അതോടൊപ്പം അവന്റെ വീഴ്ച കണ്ടിട്ട് ചളിയിൽ വീണ് കിടക്കുന്ന ഗുഡുവിനെ കണ്ട് ഗുഡുലിയും ചിരിക്കാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ കഥ, ബാരിഷ് കെ ബാദ് എന്ന കഹാനി. ഓക്കേ.